ക്ഷമിക്കണം മാമ. ആദ്യയുടെ കാര്യം നിങ്ങളോട് പറയാതിരുന്നതിന്. അതിനാണോ നീ മോന്തം വീർപ്പിച്ചോ നടക്കുന്നത്? അപ്പം നിന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞാനല്ല. മാമൻ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം. എന്റെ പഠിത്തം നിർത്തരുതെന്ന് പറയണം. നിനക്ക് ആ പയ്യനെ ഇഷ്ടമാണോ? എനിക്കോ അവനെ ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷെ പേര് ചോദിക്കുമ്പോൾ മാത്രം പഴയ ടൈപ്പ് റൈറ്റർ പോലെ കൊടകൊടാന്ന് പറയും. അതിരിക്കട്ടെ, ഈ കല്യാണം ഉഴപ്പാൻ നീ കുറെ പണിയെടുത്തല്ലോ. ഈ കല്യാണം നടത്താൻ 2 കിളവന്മാരെ ശരിപ്പെടുത്തണം. അതിനെന്തെങ്കിലും വഴി ആലോചിച്ചോ? നിന്റെ ശരീരം മുഴുവൻ അവരടിച്ചു നുറുക്കിക്കളഞ്ഞു. ജീവൻ കിട്ടിയത് ഭാഗ്യം. നീ ശരീരം ഒട്ടും അനക്കണ്ട. സംസാരിക്കും വേണ്ട കേട്ടോ. നീ എന്നോട് ഇത് വിസിറ്റിംഗ് ടൈം അല്ല. നിങ്ങൾ പുറത്തു പോകണം. ഞങ്ങളുടെ നാട്ടുകാരി കുട്ടിയാ, ഒന്ന് കണ്ടിട്ട് പോക്കോട്ടെ മോളെ. 1 മിനിറ്റിനുള്ളിൽ പൊക്കോണം. അതൊരു 5 മിനിറ്റ് ആക്കിക്കോ സിസ്റ്റർ. വന്നേ മോളെ. നീ ഇങ്ങോട്ട് വരുന്ന ആദ്യയുടെ അച്ഛൻ കണ്ടോ? ഇല്ലില്ല, കണ്ട വെട്ടി കൊല്ലുകയല്ലേ. ഞാനേ പഴവങ്ങാടി കോവിലിൽ അർച്ചന ചെയ്തിട്ട് വരിക. ഞങ്ങള് തിരുനെല്ലൂരുകാരാ. പക്ഷെ നീ തന്നെ ഞങ്ങളെ കാത്തോണെന്ന് പഴവങ്ങാടി ഗണപതിയോട് വഴക്കിട്ടു പ്രസാദം വാങ്ങിച്ചോണ്ടാ വന്ന്. എന്തിനാ മോളെ എനിക്ക് ഈ അസുഖം വന്നേ? പേടിയാവുക. വീണ്ടും പഴയ പോലെ ആകുമോ മോളെ ഞാൻ? എന്റെ അമ്മോ, ഇനി അസുഖം മാറിയില്ലെങ്കിൽ നമ്മുടെ ഗതി എന്താവും? ഈ നാടിന്റെ ഗതി എന്താവും? അതെന്താ മോളോ? അയ്യോ, അമ്മയെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് ജഗജാലക്കില്ലാടി ഭരതം പിള്ളി കെട്ടിമയ്ക്കാൻ പറ്റുന്നേ? അമ്മ തന്നെ വേണം. അമ്മ സുഖമായിട്ടിരിക്കണം. എന്നാലും എന്റെ അടുത്ത് ഒരു തെറ്റുണ്ട്. എന്ത്? എന്റെ അമ്മ പറയുമായിരുന്നു, വെറും ഒരലിട്ട് തേച്ചോണ്ടിരുന്നാ ഭാവിയിലെ അമ്മായി അമ്മയ്ക്ക് കുഴപ്പമാതെന്ന്. ചെറുപ്പത്തിൽ ഞാൻ ഒരൽ ഒത്തിരി തേച്ചതാ. അമ്മയുടെ അസുഖമൊക്കെ അതുകൊണ്ടാണോ? അത് ശരി മോളോ. അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മായിയപ്പനെ നന്നാക്കാൻ എന്ത് ചെയ്യണമെന്നാ? അതിന് ഒലക്ക ശരിയാവല്ല, ഒരു വലിയ കമ്പി പാര തന്നെ എടുക്കേണ്ടി വരും. ചിരിക്കണ്ട. ശരി ശരി. അല്ല, ഇതാര് ഗംഗയോ? നീ പേടിക്കണ്ട. നിനക്കും എനിക്കും തമ്പി എന്താ പ്രശ്നം? എനിക്ക് നിന്റെ അപ്പനെ കണ്ടാ ദേഷ്യം വരും, അത്ര തന്നെ. അവനും നല്ലവൻ തന്നെയായിരുന്നു. പെട്ടെന്ന് കാശ് വന്നതിന്റെ ദൂഷ്യവാ. എന്നെ നോക്കി എന്താണ് എന്നൊക്കെ അവൻ പറഞ്ഞു കളഞ്ഞില്ലേ? ഇന്നാ ഈ സിന്ദൂരം നിന്റെ കൈ കൊണ്ട് എന്റെ അമ്മായിക്ക് തൊട്ടു കൊടുക്കുക. കുറച്ച് നീയും വെച്ചോ. ഈശ്വരാ, ഞാൻ വരട്ടെ അമ്മായി. വരട്ടെ മാമ. എവിടെ പോയി? ഗംഗേ, നീ വന്നു കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാരിയുടെ മുഖത്ത് സന്തോഷം വന്നു മോളെ. വലിയ സന്തോഷമായി. എന്നാലേ ഈ സംസാരവും ചിരിയും അമ്മയുടെ അടുത്ത് മാത്രം മതി. നിന്റെ അഴിഞ്ഞാട്ടം മകന്റെ അടുത്ത് കാണിച്ചവനെ മയക്കാൻ നോക്കിയാ എവിടെ പോയി തൊലഞ്ഞു ശിവൻ? സാറേ, മണി എത്രയായി? എന്റെ കയ്യിൽ വാച്ചില്ലേ? ഇനി 5 മിനിറ്റിൽ കേസ് വിളിക്കുമല്ലോ. എവിടെ പോയി തൊലഞ്ഞു ആ ശിവൻ? കഴിവേറി. എടാ ശിവ!
എവിടെ നിങ്ങളുടെ വക്കീല്? വേറൊരു കേസിന്റെ കാര്യമായിട്ട് കൊല്ലത്തിന് പോയിരിക്കുക. അപ്പോ എന്റെ ജാമ്യക്കാരിയോ? എന്നെ അയച്ചത്. നിന്നെയോ? നീ എന്തോ ഉണ്ടാക്കുമെന്നാ? എനിക്ക് ജീവനുള്ള കാലം നടക്കുകയല്ല. എന്റെ മരുമോനെ പുറത്തു കൊണ്ടുവരാൻ നോക്കുവാണോ അതോ സ്ഥിരമായിട്ട് അകത്ത് കിടത്താൻ നോക്കുകയാണോ നിങ്ങളുടെ വക്കീല്? നിന്റെ അപ്പം പണം കൊടുത്ത് കാണുവാടാ. എന്റെ മരുമോൻ ഇവിടെ ജയിലിൽ കിടക്കുന്നതിന് കാരണക്കാരൻ നിന്റെ അപ്പനാ. അറിയോ നിനക്ക്? അവന്റെ മകനല്ലേ നീ? നീ വാദിച്ച കേസ് തിരിച്ചുവിടും. ഞാൻ വിശ്വസിക്കല. ഇത് ഞാൻ സമ്മതിക്കല. ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങളുടെ പണിക്കാരനല്ല, വക്കീൽ ശിവൻ സാറിന്റെ സ്റ്റാഫാ. നിങ്ങൾക്ക് ഞാൻ ഈ കേസിൽ വക്കാലത്ത് വാങ്ങുന്നത് ഇഷ്ടമല്ലെങ്കിൽ എഴുതി തന്നേക്ക്, ഞാൻ പോയേക്കാം. ഒന്ന് മാറി തന്നാൽ ഞാൻ പോയി നോക്കാം. തൊലഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ. ഇതിനെല്ലാം കാരണക്കാരൻ അവനാ. ആ ശിവൻ കഴിവേറി വരട്ടെ. മോനെ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചടാ. എന്റെ മരുമോനെ വെളിയിൽ കൊണ്ടുവന്നില്ലേ നീ? എന്റെ മോക്ക് ഒരു ജീവിതവും കൊടുത്തടാ. എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. ചെറുക്കം വേറെ ആരുമല്ല, ഈ മുമ്പിൽ നിൽക്കുന്ന ആളാ. നീ വെളിയിൽ ഇറക്കിക്കൊണ്ടുവന്ന എന്റെ മൂത്ത മരുമകൻ. മനസ്സിലായത് ഇപ്പോഴാ. ഇതിനൊക്കെ മുമ്പേ ഗംഗയെ നിനക്ക് തരണമായിരുന്നു. താമസിച്ചു പോയി. തെറ്റ് എന്റെയാ. എന്താ ഇത് അമ്മാവൻ ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ അഭിമാനം രക്ഷിച്ച് നീയാടാ മരുമോനെ. എന്റെ മോനെ ഇത്രയും കാലം നോക്കി വളർത്തി ഒരുത്തിയുണ്ട്. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അമ്മാവന്റെ മോക്ക് ജീവിതം കൊടുക്കാൻ പലരും കാണും, പക്ഷേ അവക്ക് ആരുമില്ല. അവളെ കല്യാണം കഴിക്കാൻ പോവാ ഞാൻ. പറ്റുമെങ്കിൽ ഈ കല്യാണം നടത്തി തരണം. ഏതവളത്? പൊന്നമ്മ.